യേശുവും ശിഷ്യന്മാരും കൂടി വിളഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. തദവസരത്തിൽ ശിഷ്യന്മാരെ കതിരൂരി കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിക്കുന്നു. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന പരീശന്മാർ അവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ശാബത്തിനെ ആചരിക്കുന്നില്ല എന്ന കുറ്റാരോപണം നടത്തുകയാണ്. കർത്താവ് പ്രതികരിക്കുന്നു. യേശുക്രിസ്തു യഹൂദ ന്യായപ്രമാണത്തെയും യഹൂദ പാരമ്പര്യത്തെയും ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപാദനം നിർവഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ സംഭവം യേശുക്രിസ്തു ഉദാഹരിച്ചുകൊണ്ട് പരീശന്മാരോട് മറുപടി പറയുകയാണ്. പ്രവാചകനായ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ ശൗൽ രാജാവിനെ പേടിച്ച് അഭിഷിക്തനായ ദാവീദ് അഭയാർത്ഥിയായി ദേശാടനം നടത്തുന്ന സന്ദർഭം, വിശന്നു വലഞ്ഞ് പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അരികിൽ ചെല്ലുന്നു. ആ സന്ദർഭത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ അനുവാദമുള്ള കാഴ്ചയപ്പം പുരോഹിതനായ അഹീമേലെക്ക് ദാവീദിനും ബാല്യക്കാർക്കും നൽകുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ശാബത്തിനെ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ച പുരോഹിതൻ ശാബത്തിനും അപ്പത്തിൻ്റെ നിയമത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചില്ലേ? പരീശന്മാരോട് ഇപ്രകാരം പ്രതിപാദനം നടത്തിയതിന് ശേഷം യേശുക്രിസ്തു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്, മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാകുന്നു. മതനിയമങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്, മറിച്ച് നിയമങ്ങൾക്കു വേണ്ടിയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വേദഭാഗം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശമെന്ന് പറയുന്നത് മശിഹ കാലത്തിൽ ശാബതാചരണത്തിൻ്റെ പ്രസക്തിയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദ മതനിയമത്തെയും ആചരണ അനുഷ്ഠാനങ്ങളെയും യേശുക്രിസ്തു മനോഹരമായി വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് മശിഹ കാലത്തിൽ ദൈവരാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ശബത്താചരണത്തിൻ്റെ അർത്ഥം, അത് യേശുക്രിസ്തു പ്രതിപാദിക്കുന്നു. യഹൂദ മതജീവിതത്തിൻ്റെ പ്രധാന അനുഷ്ഠാനമാണ് ശാബത്ത് ആചരണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിലും ഇത് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 10 കൽപ്പനയിൽ 4-ാമത്തെ കൽപ്പനയാണ് ശാബത്ത് ആചരിക്കണം എന്നുള്ളത്. ദൈവരാജ്യത്തിൽ ശബത്താചരണത്തിൻ്റെ പുതിയ അർത്ഥതലം അത് കർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. ഈ വേദഭാഗം തന്നെ, ഈ സംഭവം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 6 വരെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ശബത്താചരണത്തിൻ്റെ ന്യായപ്രമാണ അർത്ഥതലം? പഴയ നിയമത്തിൽ ശബത്താചരണം യഹോവയാം ദൈവം യഹൂദന്മാർക്ക് നൽകുന്നതിലൂടെ, പ്രത്യേകിച്ച് മോശയ്ക്ക് നൽകുന്നതിലൂടെ എന്തായിരുന്നു അതിൻ്റെ കേന്ദ്ര അർത്ഥതലം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്രമം എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ ശാബത്തിൻ്റെ കേന്ദ്ര അർത്ഥതലമായി പഴയ നിയമത്തിൽ കാണുന്നത്. 6 ദിവസം പ്രവർത്തന നിരതനായി യഹോവ നിലകൊള്ളുന്നതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. എന്നാൽ 2-ാം അധ്യായം തുടങ്ങുന്നത് 1-2 വാക്യങ്ങൾ, താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് ദൈവം നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ശാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥവും യഹൂദ പാരമ്പര്യത്തിലെ, എബ്രായ പാരമ്പര്യത്തിലെ ഈ വാക്കിൻ്റെ പ്രസക്തിയും വ്യക്തമാണ്. 1, സ്വസ്ഥമായിരിക്കുക, എല്ലാ ജോലികളിൽ നിന്നും വിമുക്തമായി സ്വസ്ഥമായിരിക്കുക. 2, എല്ലാ ദിവസങ്ങളെക്കാൾ ഉപരിയായി
ഈ ദിവസം ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുക. 7-ാം ദിവസമായ ശാബത്ത്, യഥാർത്ഥത്തിൽ ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം ക്രമീകരിച്ച വിശ്രമത്തിൻ്റെ ദിവസം അടിമകളായി കഠിന പ്രയത്നം ചെയ്ത മനുഷ്യർക്ക് വിശ്രമം ലഭിക്കുവാനായിട്ടാണ് ദൈവം സ്വസ്ഥതയുടെ ദിവസമായി ശാബത്തിനെ ക്രമീകരിച്ചത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഇന്ന് യഹൂദ റാബിമാരുടെ വ്യാഖ്യാനത്തിൽ ഈ സ്വസ്ഥതയുടെ ദിവസം അസ്വസ്ഥതയുടെ കൂമ്പാരമായി പരിണമിച്ചിരിക്കുന്നു. മതനിയമങ്ങളാൽ വരിഞ്ഞു മുറുക്കിയ യഹൂദ സാധാരണക്കാരായ ജനസമൂഹം, അവരുടെ നടുവിലാണ് യേശുക്രിസ്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ പഴയ പാരമ്പര്യം, യഹോവയാം ദൈവം മോശയ്ക്ക് നൽകിയ ഈ നിയമം യഹൂദ റാബിമാരുടെ ദുർവ്യാഖ്യാനത്തിൽ അർത്ഥശോഷണം സംഭവിച്ചതുകൊണ്ട് ശാബതാചരണത്തിൻ്റെ പുതിയ അർത്ഥതലം യേശുക്രിസ്തു വ്യാഖ്യാനിക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ പ്രതിപാദനത്തിലെ പ്രധാനപ്പെട്ട ആശയം അപ്പത്തിൻ്റെ നിയമത്തെക്കാൾ ഉപരി അഭിഷിക്തൻ്റെ ആവശ്യത്തിനാണ് പ്രസക്തി. ഇത് സഹോദരങ്ങളെ ഭംഗിയായി ശ്രദ്ധിക്കണം. അപ്പത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വസ്ഥത ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്, ഭക്ഷണം പോലും ക്രമീകരിക്കുന്നത് തലേ ദിവസത്തേക്ക് മാറ്റിവെക്കണം, യാത്ര പരിമിതപ്പെടുത്തണം, എന്തെന്ത് ഉപനിയമങ്ങൾ, 612 ഉപനിയമങ്ങൾ. അതാണ് യഹൂദമതത്തിൻ്റെ അടിസ്ഥാനമായി റബിമാർ വ്യാഖ്യാനിച്ചത്. എന്നാൽ യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ ശബത്താചരണം പഠിപ്പിക്കാൻ വേണ്ടി ഉദാഹരിക്കുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദാവീദിൻ്റെ സംഭവം. ദാവീദിൻ്റെ സംഭവം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പുരോഹിതനായ അഹീമേലേക്ക്, അവിടെ പുരോഹിതൻ ആരാണ് എന്നുള്ളത് പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ അല്പം നമുക്ക് വ്യത്യാസം വരും. അബിയാഥാർ എന്നാണ് മർക്കോസ് എവൻഗേലിയോസ് പുരോഹിതനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നോബിലെ പുരോഹിതനായി അഹിമേലേക്ക് എന്ന് പറയുന്നു. അദ്ദേഹം പുരോഹിതനായി ഏലിയുടെ വംശത്തിൽപ്പെട്ടവനാണ്. നോബിലെ പ്രധാന പുരോഹിതനായിരുന്നു അബിയാഥാർ. ശൗൽ നോബിലെ പുരോഹിതന്മാരെ മുഴുവൻ കൊന്ന സന്ദർഭത്തിൽ രക്ഷപ്പെട്ട ഏക പുരോഹിതനാണ് അബിയാഥാർ. ഇദ്ദേഹം ദാവീദിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. ദാവീദ് യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും രാജാവായി വാഴിക്കപ്പെടുമ്പോൾ അദ്ദേഹം സാദോക്കിനോടൊപ്പം അബിയാഥാറിനെയും മഹാപുരോഹിതനായി നിയമിച്ചു. 1-ാം ദിനവൃത്താന്തം 15-ാം അധ്യായം 11-ാം വാക്യത്തിലും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യത്തിലും ഇത് പ്രതിപാദിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹായം നൽകിയ, ആത്മീകമായ ഉപദേശം നൽകിയ മഹാപുരോഹിതനാണ് അബിയാഥാർ മഹാപുരോഹിതൻ. അതുകൊണ്ടായിരിക്കാം അഹിമേലേക്കിന് പകരം അബിയാഥാർ എന്ന് സുവിശേഷകൻ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ പകർത്തി എഴുതിയവരുടെയും, സുവിശേഷം പകർത്തി എഴുതിയവരുടെയും ഒരു തെറ്റായി ഇങ്ങനെ സംഭവിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായും ലൂക്കോസ് എവൻഗേലിയോസ്തായും, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ സംഭവം വിവരിക്കുമ്പം അവരെ പുരോഹിതൻ്റെ പേര് പറയുന്നില്ല. ആദ്യം എഴുതപ്പെട്ട സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ പിഴവ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വിശുദ്ധ മത്തായി ശ്ലീഹായും ലൂക്കോസ് എവൻഗേലിയോസ്തായും ദാവീദിൻ്റെ സംഭവമേ പറയുന്നുള്ളൂ, പുരോഹിതൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ നമുക്ക് ഇതിൻ്റെ കേന്ദ്ര അർത്ഥതലത്തിലേക്ക്, ആശയത്തിലേക്ക് വരാം. അപ്പത്തിൻ്റെ നിയമം. അപ്പത്തിൻ്റെ നിയമം അനുസരിച്ച് പുരോഹിതൻ ഒരിക്കലും വിശന്നു വരുന്ന ദാവീദിനെ കാഴ്ചയപ്പം എടുത്തു കൊടുക്കുവാൻ സാധിക്കത്തില്ല. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇത് പ്രതിപാദിക്കുകയാണ്. കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ അനുവാദമുള്ളൂ. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ എന്താണ് ഇവിടെ പുരോഹിതനായ അഹീമേലേക്ക് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത്
അഭിഷിക്തനായ രാജാവാണ് ദാവീദ്. അഭിഷിക്തനായ രാജാവിൻ്റെ ആവശ്യമാണ് അപ്പത്തിൻ്റെ നിയമത്തെക്കാളും പ്രധാനപ്പെട്ടത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ വേദഭാഗത്തിൻ്റെ ഇപ്രകാരമുള്ള വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം ഒന്നോർത്തു നോക്കിക്കേ. നമുക്കറിയാം, കോവിഡ് ലോകമാകെ വ്യാപിച്ചു. ഏകദേശം 6 മാസമായി പള്ളികൾ അടഞ്ഞു കിടക്കുന്നു. പ്രതി ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയെ അനുഭവിക്കുകയും ചെയ്തിരുന്ന ആളുകൾ 6 മാസമായി വിശുദ്ധ കുർബാനയെ അനുഭവിക്കുന്നില്ല. നമുക്കൊത്തിരി മതനിയമങ്ങളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ മതനിയമങ്ങളെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കി പുനരാഖ്യാനം ചെയ്യേണ്ടത് ആവശ്യമല്ലേ? അഹീമേലെക്ക് എന്ന പുരോഹിതൻ നോക്കുമ്പോൾ ശൗലിന് പകരം യെരൂശലേമിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ദാവീദ്. ദാവീദിൻ്റെ ആവശ്യമാണ് പ്രസക്തിയുള്ളത്, അപ്പത്തിൻ്റെ നിയമമല്ല. നമ്മൾ വിശുദ്ധ കുർബാന നമ്മുടെ ആളുകൾക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ ഇത്രയും വലിയ കാലഘട്ടം ആളുകൾ വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് സഭയുടെ ആത്മീയ ജീവിതത്തിലെ വലിയ അപകടമാണ്. അതുകൊണ്ട് ചെറിയ സമൂഹത്തെ ക്രമീകരിച്ച് വിശുദ്ധ കുർബാന സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാനയെ അനുഭവിക്കുവാനുമുള്ള സാഹചര്യം അത് യഥാർത്ഥത്തിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, അവിടെയാണ് മതനിയമത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ ആവശ്യത്തിൻ്റെ പ്രസക്തി. അത് കാലികമായി ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്ന, യേശുക്രിസ്തു പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മശിഹ കാലഘട്ടത്തിലെ ശബത്താചരണത്തിൻ്റെ 2ാം വശം, കർത്താവ് ഇവിടെ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ ശാബത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ശാബത്ത് ക്രമീകരിക്കപ്പെട്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പനയാലാണ്. കഠിനമായ നിയമങ്ങൾ ശാബത്തിനുണ്ടെങ്കിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് ഇത് വിവരിക്കുമ്പം യേശുക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്, ശാബത്ത് നാളിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? സംഖ്യാപുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ പുരോഹിതന് വേല ചെയ്യാം ശാബത്ത് ദിവസത്തിൽ പോലും. ഇവിടെ വളരെ ഉന്നതമായൊരർത്ഥതലത്തിലേക്ക് ഈ വേദഭാഗം കടന്നു വരികയാണ്. പ്രഥമദൃഷ്ട്യാ എനിക്കും സഹോദരങ്ങളെ നമുക്കേവർക്കും തോന്നും ഇത് ശബത്താചരണത്തെക്കുറിച്ചുള്ള വിവരണമാണെന്ന്. അല്ല, യേശുക്രിസ്തു ശാബത്തിനും കർത്താവാകുന്നു എന്ന മനോഹരമായ ആശയം മർക്കോസ് എവൻഗേലിയോസ്ത പഠിപ്പിക്കുകയാണ്. വേദഭാഗത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം ശാബത്തിൻ്റെ ആചരണമല്ല, യേശുക്രിസ്തുവിനെ ശാബത്തിന്മേലുള്ള അധികാരം അത് വിവരിക്കുകയാണ്. കർത്താവ് അഭിഷിക്തനായ മശിഹയാണ്. കർത്താവ് നിത്യമഹാപുരോഹിതനാണ്. അതുകൊണ്ട് നിത്യമഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ അഭിഷിക്തനായ മശിഹായിക്ക് ശാബത്തിൻ്റെ നിയമങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്ന സത്യം അതി പുനരാഖ്യാനത്തിൽ യേശുക്രിസ്തു അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. മർക്കോസ് എവൻഗേലിയോസ്ത നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദാവീദിൻ്റെ ജീവിത സംഭവം വിവരിക്കുന്നത് ബിഷപ്പിൻ്റെ സന്ദർഭം വിവരിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, ഒരു രാജാവിൻ്റെ പ്രത്യേക അധികാരം, സ്പെഷ്യൽ പ്രിറോഗേറ്റീവ് ഓഫ് ദി കിങ്സ്, അത് വ്യക്തമാക്കുകയാണ്. അഭിഷിക്തനായ മശിഹായുടെ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരം, ശാബത്തിന്മേലുള്ള അധികാരം, അതാണ് മശിഹ കാലഘട്ടത്തിൽ ശാബത്ത് ആചരണത്തിന് ലഭിച്ചിരിക്കുന്ന പുതിയ അർത്ഥം യേശു ക്രിസ്തു വിവരിക്കുന്നു. നിങ്ങൾ എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ലോകചരിത്രത്തിലെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യജീവിതത്തെ വല്ലാതെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ദർശനമാണ് ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. ആവോളവും ആസ്വദിക്കുക. യേശുക്രിസ്തു മതനിയമങ്ങളെ കർത്താവ് പുനരാവ്യാഖ്യാനിക്കുമ്പം ചിലരുടെ എങ്കിലും കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു ചിന്ത വരാം. ഒരിക്കലുമല്ല. കർത്താവ്
ശാപതാചരണത്തെയോ ന്യായപ്രമാണത്തെയോ എതിർക്കുന്നില്ല, തമസ്കരിക്കുന്നില്ല. എന്നാൽ കർത്താവ് അതിനെ പുതുതായി വ്യാഖ്യാനിക്കുവാനാണ് യേശുക്രിസ്തു ശ്രദ്ധിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തിൻ്റെ കാതലായ പ്രധാനപ്പെട്ട ആശയവുമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ദൈവരാജ്യ അനുഭവത്തിൽ പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന നമുക്ക് പഴയ ശാപതല്ല, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനാൽ നൽകപ്പെട്ട സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രസക്തി, അവിടെയാണ് ഈ വേദഭാഗത്തിൻ്റെ ഉപസംഹാരം അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തിൻ്റെ അവസാനം ഭംഗിയായി നിലകൊള്ളേണ്ടത്. ഓർത്തഡോക്സ് ബൈബിളിൽ ഈ വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നല്ല ശ്രദ്ധേയമാണ്. ജീസസ് ട്രാൻസെൻഡ്സ് ദ ശാബത്ത്. യേശു ശാബത്തിനെ മറികടക്കുന്നു, അല്ലെങ്കിൽ ശാബത്തിനും ഉയർന്നു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ നല്ല അർത്ഥതലം വിവരിക്കുമ്പോൾ ശാബത്തിൻ്റെ അർത്ഥതലത്തെ പുനരായി വ്യാഖ്യാനിക്കുകയാണ്. ഹി എക്സൽസ്, ഹി സർപാസസ്, ഹി എക്സീഡ്സ് ദ ഒബ്സർവൻസ് ഓഫ് ശാബത്ത്. യഹൂദന്മാർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കും, കൂടാതെ പെരുന്നാളുകളിലും പ്രത്യേക സന്ദർഭങ്ങളിലും ഉപവസിക്കും. എന്നാൽ മശിഹ കാലം, ദൈവരാജ്യ അനുഭവത്തിൻ്റെ കാലം, അത് സ്വർഗീയ മണവാളനായ മശിഹായോടുകൂടെ സഭ ആനന്ദിക്കുന്ന, സഭയുടെ മക്കൾ സന്തോഷിക്കുന്ന പരമാനന്ദത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ, പ്രത്യേകിച്ച് സെന്റ് ആംബ്രോസ്, ഈ വേദഭാഗം വ്യാഖ്യാനിക്കുമ്പം അദ്ദേഹം പറയുന്നത് പുതിയ ശബത്താകുന്ന വിശുദ്ധ ദിനത്തെക്കുറിച്ചുള്ള, ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചുള്ള മനോഹരമായ വ്യാഖ്യാനത്തിൻ്റെ വാതായനം തുറക്കുന്നതാണ് ഈ വേദഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം ഒരു ശബത്ത് നാളിൽ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും തുടങ്ങുന്നത്. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്ന, അത് ഓർത്തഡോക്സ് ബൈബിളിൽ അതേപടി ചേർത്തിട്ടുണ്ട്, നൗ ഇറ്റ് ഹാപ്പൻഡ് ഓൺ ദ സെക്കൻഡ് ശബത്ത് ആഫ്റ്റർ ദി ഫീസ്റ്റ്. നൗ ഇറ്റ് ഹാപ്പൻഡ് ഓൺ ദ സെക്കൻഡ് ശബത്ത് ആഫ്റ്റർ ദി ഫീസ്റ്റ്. പെരുന്നാളിന് ശേഷമുള്ള 2-ാം ശബത്തിലാണ് ഇത് സംഭവിച്ചത്. ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ, പെരുന്നാളിന് ശേഷമുള്ള 2-ാം ശബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ എല്ലാ പെരുന്നാളുകളും ശാബത്ത് ആചരണം പോലെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ശാബത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വേറൊരു പെരുന്നാൾ, യഹൂദ പെരുന്നാൾ വന്നാൽ ആ പെരുന്നാളിന് വിളിക്കുന്ന ടൈറ്റിലാണ് സെക്കൻഡ് ശാബത്ത്. ഇപ്പം ശനിയാഴ്ച ശാബത്ത് ആചരിച്ചു, ശനിയാണല്ലോ ശാബത്ത്. അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു പെരുന്നാൾ വന്നാൽ അതിന് സെക്കൻഡ് ശാബത്ത് എന്ന് പറയും, 2-ാം ശാബത്ത് എന്ന് പറയും. യഥാർത്ഥത്തിൽ 1-ാം ശാബത്തിൽ നിന്ന് 2-ാം ശാബത്തിലേക്കുള്ള മാറ്റം, അത് ആരാധനാ പാരമ്പര്യത്തിൽ വളരെ പ്രസക്തം. 1-ാം ശാബത്തിൽ അധ്വാനിക്കരുത്, അപ്പത്തിനു വേണ്ടി കരുതരുത്, ഉപവസിക്കണം. എന്നാൽ 2-ാം ശാബത്തിൽ സ്വർഗീയ മണവാളനോടുകൂടിയുള്ള പരമാനന്ദത്തിൻ്റെ ദിവസം, അപ്പത്തിൻ്റെ പെരുന്നാൾ, അപ്പം നുറുക്കലിൻ്റെ പെരുന്നാൾ. എത്ര മനോഹരമായി യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ, പുതിയ നിയമസഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ആ ആരംഭവും അർത്ഥതലവും അത് കർത്താവ് മനോഹരമായി ന്യായപ്രമാണ ശാപത്തിൽ നിന്ന് ദൈവരാജ്യ അനുഭവത്തിലെ ശാപതാചരണത്തിലേക്ക് മനോഹരമായൊരു മാറ്റം വരുത്തുകയാണ്. യേശുക്രിസ്തു പുതിയ നിയമസഭയുടെ ഞായറാഴ്ച 2-ാം ശാബത്ത് ഈ വ്യാഖ്യാനത്തിലൂടെ സമാരംഭിക്കുകയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഒരു പരിധിവരെ പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉപവാസത്തിൻ്റെ പെരുന്നാളല്ല, അപ്പത്തിൻ്റെ പെരുന്നാൾ, അപ്പം നുറുക്കലിൻ്റെ മനോഹര പെരുന്നാൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാകുന്നു. ആ ശാബത്ത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ക്രമീകരിക്കപ്പെട്ടത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവരാജ്യ അനുഭവത്തിൽ പഴയ ശാബത്ത് മാറി, ഇതാ പുതിയ ശാബത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അത് മരിച്ച് അടക്കപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർപ്പ് ദിവസമാണ്.
ആ ഉയർപ്പ് ദിവസം അവനോടൊരുമിച്ച് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിലകൊള്ളുന്ന സ്വർഗീയ വിരുന്നിൻ്റെ അനുഭവം, ക്രിസ്തുവിനെ അനുഭവിച്ച ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്ന അനുഭവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വേദഭാഗം പുതിയ ശാബദാചരണത്തിൻ്റെ ആധ്യാത്മിക അർത്ഥതലത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലും വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ പ്രാധാന്യം അത് നശിച്ചു പോകാതെ നിലനിൽക്കുവാനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധ ശരീരരക്തങ്ങളുടെ അംശികളായി ഭവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.